ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ സദാനന്ദന്റെ ചടങ്ങുകളൊന്നും തന്നെ നടത്താത്തതുകൊണ്ടാകാം നിത്യയുടെ സ്വപ്നത്തിൽ സദാനന്ദൻ വന്നതെന്ന് പറയുകയാണ് ജോത്സ്യൻ. അതിൻ പ്രകാരം സദാനന്ദന് വേണ്ടിയുള്ള ചടങ്ങുകളെല്ലാം ചെയ്യുകയാണ് നിത്യ. എന്നാൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഒരു കാക്ക പോലും അങ്ങോട്ടേക്ക് വരാത്തത് കൊണ്ട് തിരുമേനി പറയുകയാണ്, അത് പിന്നെ ജീവനോടെ ഭൂമിയിലുള്ള ആത്മാക്കൾ സന്തോഷത്തോടെ ജീവിച്ചാലല്ലേ മരിച്ചവർക്ക് കൂടി മോക്ഷം ലഭിക്കുകയുള്ളൂ. അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് തിരുമേനി അവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് നിത്യ. പിന്നീട് കാണിക്കുന്നത് ജീവനെയാണ്. ജീവൻ ആഹാരം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഒരു സൂപ്രണ്ടും കോൺസ്റ്റബിളും കൂടി ജയിലിന്റെ അകത്തേക്ക് ചെല്ലുകയാണ്. എന്താടാ നീ ആഹാരം കഴിക്കാത്തതെന്ന് സൂപ്രണ്ട് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇഷ്ടക്കേടാണെന്നും കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാനും മറ്റും വരുന്നെന്നും ജീവൻ പറയുന്നു. നിന്റെ അടവൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, മര്യാദയ്ക്ക് ആഹാരം കഴിച്ചോണം. തുടർന്ന് കോൺസ്റ്റബിളിനോട് ജീവനെ മോണിറ്റർ ചെയ്യാനും ജീവൻ കഴിച്ചില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനും പറഞ്ഞുകൊണ്ട് സൂപ്രണ്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വീണയെ ആ പ്രൊഡ്യൂസർ വിളിക്കുന്നതാണ്. നിങ്ങൾക്ക് തരാനുള്ള പണമെല്ലാം തന്നല്ലോ, ഇനിയും എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വീണ ചോദിക്കുമ്പോൾ വിപിന്റെ കാര്യം വീണയോട് പറയുകയാണ് പ്രൊഡ്യൂസർ. അവൻ നിനക്ക് വേണ്ടി വെച്ച് നീട്ടുന്നത് നല്ലൊരു ജീവിതമാണെന്നും ഇനി നീ എന്താണെങ്കിലും ആ മൂന്നാംകിട ലോഡ്ജിൽ കിടന്ന് നിന്റെ ജീവിതം പാഴാക്കരുതെന്നും ഒക്കെ തന്നെ പറഞ്ഞ് വീണയെ ഉപദേശിക്കുകയാണ് ആ പ്രൊഡ്യൂസർ. തുടർന്ന് അയാൾ കോൾ കട്ട് ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളും വിപിനെ കുറിച്ചും ആലോചിക്കുകയാണ് വീണ. പിന്നീട് കാണിക്കുന്നത് നിത്യയുടെ വീട്ടില് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതാണ്. തുടർന്ന് എല്ലാവരും കൂടി നിത്യയുടെയും ഹരിയുടെയും വിവാഹകാര്യം സംസാരിക്കുകയാണ്. എന്താ ഇവരുടെ കാര്യത്തിൽ ചെയ്യേണ്ടതെന്ന് രാമകൃഷ്ണൻ ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഡേറ്റ് എടുക്കണമെന്നും എന്നിട്ട് വിവാഹം നടത്തണമെന്നും രാമകൃഷ്ണൻ പറയുന്നു. ഇത് കേൾക്കുന്ന നിത്യ നാണത്തോടെ ഹരിയെ നോക്കുന്നതാണ് കാണിക്കുന്നത്. ആ തിരുമേനി പറഞ്ഞത് നിങ്ങളും കൂടി കേട്ടതല്ലേ, സദാനന്ദന്റെ ആത്മാവിന് സന്തോഷം കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കൂവെന്ന്. ഒരുപക്ഷെ നിത്യയുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും സദാനന്ദേട്ടന്റെ സന്തോഷവും സമാധാനവുമെന്ന് സുജാത പറയുമ്പോൾ മറ്റുള്ളവരും അതിന് സമ്മതം മൂളുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ ജീവനെ കാണാനായി ചെല്ലുന്ന വീണയെയാണ്. വീണയെ കണ്ടയുടൻ തന്നെ ജീവൻ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ വീണ പറയുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ മനസ്സിൽ ഒരു കത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് എൻ്റെ ആവശ്യവും. ഞാൻ അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പുറത്തു നടത്തുന്നുണ്ട്. ഇനി നിങ്ങൾ വന്നാൽ മാത്രം മതി. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയും വേണമെന്ന് വീണ പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ജീവൻ. പിന്നീട് കാണിക്കുന്നത് ഹരിയെയും നിത്യയുമാണ്. തൻ്റെ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയും എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കമാണെന്ന് ഹരി പറയുമ്പോൾ സന്തോഷത്തോടെ ഹരിയെ നോക്കുകയാണ് നിത്യ. ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.